അപ്പോൾ നിങ്ങളന്ന് എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ 5000 രൂപ കണ്ടില്ല എന്ന് വെക്കണം. അങ്ങനെ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ 5000 രൂപ കണ്ടില്ല, അത് പോയി. എന്താണ് SIP എന്നും SIP യുടെ നേട്ടങ്ങൾ എന്താണെന്നും മണി ടോക്ക് വിത്ത് നിഖിലിന്റെ രാജാവ് നിഖിൽ നമുക്ക് വേണ്ടി അങ്ങനെയാണെങ്കിൽ FD പോലെ ആക്കിയിട്ടെങ്കിൽ ഇടാം. ഇനി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം 20,000 രൂപ ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി 80,000 രൂപ നമുക്ക് ജീവിക്കാനായിട്ട്. മനസ്സിലായി. അപ്പം നമ്മൾ തന്നെ മനസ്സിൽ കാണാൻ 80,000 രൂപ എൻ്റെ സാലറി. നമ്മൾ പറഞ്ഞ് എല്ലാ മാസവും ഒരു 5,000 രൂപയ്ക്ക് ഗോൾഡ് വാങ്ങുന്നു ഒരു തീരുമാനം എടുത്തേക്കാണ്. 5,000 എന്ന് വെച്ചാൽ 60,000 രൂപ. 60,000 എന്ന് വെച്ചാൽ 10 വർഷത്തേക്ക് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടായി. അതിലൊരു ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗ്രോത്ത് സംഭവിച്ച ഒരു 10 ലക്ഷം രൂപ ആയിരിക്കും. ഇനി സംഭവിക്കുന്നത് 10% 10 ലക്ഷത്തിന് നടന്നാൽ തന്നെ 1 ലക്ഷം രൂപയാണ് ഒരു വർഷം കിട്ടുന്ന നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിനിടയിൽ നമുക്ക് പറയണത് എനിക്കിനി 2 മാസം വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ എല്ലാ മാസവും എൻ്റെ കയ്യിൽ നിന്ന് 5,000 രൂപ ഞാൻ പെൻഡാഡിലേക്ക് തരുന്നുണ്ട്, ഉറപ്പല്ലേ? കാശ് എടുക്കുന്നുണ്ട് നിങ്ങൾ. ഈ കാശ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ SIP ആണല്ലോ അല്ലേ? മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ സന്തോഷം. നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മണിയെക്കുറിച്ചും സമ്പാദ്യത്തെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നത് നിഖിൽ ആണ്. നിഖിലിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് അഡ്വൈസുകളോ ഇനി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിഖിലിനെ സമീപിക്കാം. അപ്പോൾ നിഖിലിന് ഞാനൊരു പരസ്യം പോലെ ആകട്ടെ. എന്താ നിങ്ങൾ എന്നോട് ഞാനിപ്പോഴും ആലോചിക്കുന്നത്, നമ്മൾ അന്നത്തെ ഫസ്റ്റ് ഷൂട്ടിന് വന്ന സമയത്ത് എന്നോട് നിഖിൽ പറഞ്ഞാണ് ഇപ്പം അത് നിങ്ങൾ SIP തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ SIP തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാസം ഒരു 5,000 രൂപ SIPയിലേക്ക് ഇടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായോ. 5,000 രൂപ മാസം പോകുമല്ലോ എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഫീലിംഗ്. അപ്പോൾ നിങ്ങളന്ന് എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ 5,000 രൂപ കണ്ടില്ല എന്ന് വെക്കണം. അങ്ങനെ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ 5,000 രൂപ കണ്ടില്ല, അത് പോയി, അത് ഭാവിയിലേക്ക് ആർക്കോ വേണ്ടി അങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ SIP സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇത്ര എമൗണ്ട് ആയി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളും ഒരു SIPയിലേക്ക് മാറിയാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് കാണുമ്പോൾ ഒരു ആത്മസന്തോഷം ഉണ്ടാവും. എന്താണ് SIP എന്നും SIPയുടെ നേട്ടങ്ങൾ എന്താണെന്നും മണി ടോക്ക് വിത്ത് നിഖിലിന്റെ രാജാവ് നിഖിൽ നമുക്ക് വേണ്ടി അല്ല നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഓർക്കുന്നില്ലേ? അല്ലേ? അല്ല, ഇത് ഇബാദിന്റെ പറഞ്ഞത് ഈ പോഡ്കാസ്റ്റിനല്ല 5 കൊല്ലം മുന്നത്തെ കാര്യം. ഞങ്ങളുടെ ശരിക്കും മണി ടോക്സ് തുടങ്ങുന്നത് 5 വർഷം മുന്നേ. അപ്പൊ ഞാൻ 5 വർഷം മുന്നേ ഇബാദിനോട് പറഞ്ഞു ഇത് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ കാണുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഞാനിത് പറഞ്ഞോണ്ടിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ശരിയാണ്, എനിക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ പെൻഡാഡിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും പക്ഷെ അതും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പണി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 ടൈംസ് അല്ലെങ്കിൽ 20 ടൈംസ് ആൾക്കാർ പുറത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കാരണം അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ഇൻവെസ്റ്റ്മെന്റിലേക്ക് വന്നു, അല്ല പൈസ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അത് അല്ല തീർച്ചയായും അല്ല, ഞാൻ ഐ ആം വെരി ബ്ലെസ്ഡ് ബിക്കോസ് കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് ഇങ്ങനെ നമ്മുടെ ഓഫീസ് ഇപ്പം ഇത്രയും കാശായെന്ന് എന്നോട് പറയും, ഇപ്പം ഇത്രയും പൈസ. ഞാൻ പറഞ്ഞു ഈ പരിപാടി കൊള്ളാം. അന്നപ്പോൾ 5,000 രൂപ ഉണ്ടായിരുന്നില്ല, 20,000 ഇട്ടായിരുന്നു. അപ്പം നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് എന്താണ് ഞാൻ സ്പെസിഫിക് ആണ് എൻ്റെ ക്വസ്റ്റ്യൻ, എന്താണ് SIP എന്നും SIP കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്? അല്ല, ഇത് SIP എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്നുള്ളൂ, ഇത്രേ ഉള്ളൂ. നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും, ഒരു പൈസ ഫിക്സ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇൻവെസ്റ്റ് ചെയ്യണത് SIP എന്ന് പറഞ്ഞാൽ സാധാരണ മ്യൂച്വൽ ഫണ്ടാണ് ഇതിന് SIP പോപ്പുലർ ആക്കിയത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്. ഈവൻ പണ്ടത്തെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഇല്ലേ, അതും SIP തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓട്ടോമാറ്റിക് ആയിട്ട് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇതിൽ പൈസ കൊണ്ടുപോയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാ മാസവും ഡെബിറ്റ് ചെയ്തിട്ട് പൈസ കൊണ്ടുവരികയാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ മാസവും നമ്മൾ ചെക്ക് എഴുതിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കില്ല. 2 മാസം കൊടുക്കും, 3-ാമത്തെ മാസം ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ട് പോയി. ഇതിന് പകരം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കാം. സാലറി ഇടുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഈ പൈസ പോണത്തിൽ വെച്ച് വയ്ക്കാം. അപ്പോൾ സാലറി കിട്ടി പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ഇപ്പോൾ 1 ലക്ഷം രൂപ സാലറി കിട്ടി കഴിഞ്ഞാൽ 20,000 രൂപ ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി 80,000 രൂപ നമുക്ക് ജീവിക്കാനായിട്ട്.
മനസ്സിലായി. അപ്പം നമ്മൾ തന്നെ മനസ്സിൽ കാണാൻ 80,000 രൂപ എൻ്റെ സാലറി. 80,000 രൂപ സാലറി. നിഖില, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ കുറച്ച് ടെക്നിക്കലാണ്. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഒരു പുതിയൊരാളുകളെ എനിക്ക് SIP കുറിച്ച് അറിയാം, വ്യക്തമായിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാണ്. പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് SIP എന്നോ ചിലപ്പോൾ ഇങ്ങനത്തെ വീഡിയോ വരുമ്പോൾ ആൾക്കാർ കാണില്ല. ഞാൻ ഉദാഹരണം ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എല്ലാ മാസവും എൻ്റെ കയ്യിൽ നിന്ന് 5,000 രൂപ ഞാൻ പെൻഡാഡിലേക്ക് തരുന്നുണ്ട്, ഉറപ്പല്ലേ? കാശ് എടുക്കുന്നുണ്ട് നിങ്ങൾ. ഈ കാശ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ SIP ആണല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം SIP എന്ന് പറയുമ്പോൾ നമ്മുടെ മണി ടോക്സിൽ ഓഡിയൻസ് എല്ലാവരും പറഞ്ഞു ഇയാൾ SIP കുറേ നാളെ പറയുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയാം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും SIP അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിലത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിശ്ചിത ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഞാൻ തെറ്റാണെങ്കിൽ എനിക്ക് തിരുത്താൻ കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ ഇടക്കേറി സംസാരിക്കല്ല, ഞാൻ ഒന്നുകൂടി എന്നെ സിമ്പിൾ ആക്കിക്കൊണ്ട് പറയണം. എല്ലാ മാസവും എന്നിൽ നിന്ന് 5,000 രൂപ ഞാൻ പെൻഡാഡിലേക്ക് തരുന്നു. പെൻഡാഡ് എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഏതാണോ നല്ല ഷെയർ, ആ ഷെയറിൽ കൊണ്ട് ഈ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നെപ്പോലെ പല ആളുകളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച് ആ കാശ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന ഷെയറുകളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണോ SIP? അല്ല, ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മോഡൽ. ഇത്രയും വലിയ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇപ്പം അതിൻ്റെ ഒരു റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പറ്റില്ല, ഷെറിയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് പറ്റില്ല, നിങ്ങൾക്ക് ഷെയർ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അന്ന് നോക്കിയ കാര്യം വെച്ചാൽ പെൻഡാഡിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് 5,000 രൂപ എടുക്കും. എന്നിട്ട് അതിന് ഈ ബാങ്ക് അല്ല, സിഗരറ്റ് അല്ല, അങ്ങനത്തെ ഇസ്ലാമിക് ഇസ്ലാമത്തിൽ വിശ്വാസത്തുള്ളവർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. അത്രയൊന്നും ഇവിടെ പോകണ്ട. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സാധനമാണ്. ബേസ് ഗോൾഡ് പറയാം, എല്ലാവർക്കും മനസ്സിലാവുന്ന സാധനമാണ് ഗോൾഡ്. നമ്മൾ പറയുന്നത് എല്ലാ മാസവും ഒരു 5,000 രൂപയ്ക്ക് ഗോൾഡ് വാങ്ങുന്നു ഒരു തീരുമാനം എടുത്തേക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മ്യൂച്വൽ ഫണ്ടിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ 5,000 രൂപ ഇന്ന ഡേറ്റ്, ഇപ്പോൾ 1-ാം തീയതി ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ 3-ാം തീയതി എല്ലാ മാസവും ഓട്ടോമാറ്റിക്കലി ഡിഡക്ട് ചെയ്യുന്നു. 5,000 രൂപയാണെന്ന് തീരുമാനിച്ചു. 5,000 രൂപ ഡിഡക്ട് ചെയ്യുന്നു. എന്നിട്ട് പോയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ 43 കമ്പനികളുണ്ട്. അതിലേതെങ്കിലും ഒരു ഫണ്ട് ചൂസ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ പണി. നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യാൻ ബ്രില്യൻ്റ് ആണ്. നമ്മൾ ചൂസ് ചെയ്ത് തരും. അത് ബ്രില്യൻ്റ് ആണ് എന്താണെന്നുള്ള ഭാവി തെളിയിക്കും. പക്ഷേ നമ്മൾ അത്യാവശ്യം ഒരു സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ നോക്കുക ഈ പർട്ടിക്കുലർ ഫണ്ടിന് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് ആ കമ്പനിയുടെ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഗോൾഡിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ കേരളക്കാർക്ക് എല്ലാവർക്കും അറിയാം ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വർണ്ണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വർണ്ണത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോറേജിൻ്റെ പ്രശ്നമില്ല, പ്യൂരിറ്റിയുടെ പ്രശ്നമില്ല. ഇതെല്ലാവരും കമ്പനിക്കാർ നോക്കിക്കോളും. നമുക്ക് വേണ്ടി ഗോൾഡിൽ അവർ വാങ്ങി വെച്ചോളൂ. അപ്പോൾ എല്ലാ മാസം 5,000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, സ്വർണ്ണം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 കൊല്ലം മുന്നാണ് ഗോൾഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ഗോൾഡിൻ്റെ വില 2,000 രൂപയായിരുന്നു. അപ്പോൾ 2,000 ഗ്രാമിന് ഇപ്പോൾ 6,000 രൂപയാണ്. അത്രയും വ്യത്യാസം. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യം വെച്ചാൽ ഈ 2,000 എന്നുള്ളത് ചിലപ്പോൾ ഒരു 1,900 പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും അന്നത്തെ ഗോൾഡിൻ്റെ വില എത്രയാണോ ആ വിലയ്ക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കണം. മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ വാങ്ങി എല്ലാ മാസവും വാങ്ങിക്കൊണ്ടിരിക്കണം. ഈ പറഞ്ഞ 3-ാം തീയതി എന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ എല്ലാ മാസവും ഡിഡക്ട് ചെയ്തിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡിൻ്റെ വില കുറയാം കൂടാം. അപ്പോഴും നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഈ പറഞ്ഞ എല്ലാ മാസവും 3-ാം തീയതി വാങ്ങുമ്പോൾ 3-ാം തീയതി എത്ര രൂപയാണോ ആ ഗോൾഡിൻ്റെ വില ആ രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ ആ ഏവറേജ് പ്രൈസിൽ നമുക്ക് ഗോൾഡ് നമ്മൾ അത്രയും അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ അടുത്ത്. കറക്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ 6,000 രൂപയിൽ 6,200 രൂപയാണ് ഇപ്പോൾ 6,000. അതാണ് ഏകദേശം റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ പറഞ്ഞു എനിക്ക് ഇന്ന് ഗോൾഡ് വിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ നമുക്ക് പകുതി വിൽക്കണം, ഭാഗം വിൽക്കണം, ഇതെല്ലാവരും വിൽക്കാൻ പറ്റും. ഇനി ഇതിനിടയിൽ നമുക്ക് പറയണ് എനിക്കിനി 2 മാസം വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എന്നിട്ട് അപ്പോൾ അത്രയും ഗോൾഡ് വാങ്ങി നമ്മുടെ കയ്യിലുണ്ട്. 4-ാമത്തെ മാസം തൊട്ട് തുടങ്ങുമ്പോൾ അത്രയും നാൾ വാങ്ങി വെച്ചതിൽ അതിൽ കൂടെ ആഡ് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ടിരിക്കണുള്ളൂ. മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണതിന് ഒന്നിനും ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ കുറേ അക്യൂമുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയ്ക്കുള്ള ഗോൾഡായി 1 ലക്ഷം രൂപ എടുക്കണമെങ്കിൽ അത് എടുക്കാൻ പറ്റും.
എടുക്കാൻ പറ്റും. ഇനി അതല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ 1 ലക്ഷം രൂപ എക്സ്ട്രാ വന്നു, ഇതിലേക്ക് വേണമെങ്കിൽ എക്സ്ട്രാ 1 ലക്ഷം രൂപ വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇതപ്പോൾ നമ്മളൊരു സത്യം പറഞ്ഞാൽ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, നല്ലൊരു അക്കൗണ്ട് തുടങ്ങണം. എന്നിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും എടുക്കുക, എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റും. ആകെ ഒരു കണ്ടീഷൻ, അതിൻ്റെ വില കൂടി നിൽക്കുമ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം. കുറഞ്ഞ് നിൽക്കുമ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടത്തിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇതിനാണ് ഈ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞ ഒറ്റ കാര്യം. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അന്ന് നിങ്ങൾ പറഞ്ഞ 5,000 റുപ്പീസ് കൺസിസ്റ്റൻ്റ്ലി ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടായത് അല്ലേ? അതെ അതെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നിങ്ങൾ ആ നിർത്താൻ തയ്യാറായില്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഇത് അവിടെ നിങ്ങൾ പോയി 5,000 രൂപ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞു 5,000 രൂപ പോയി, 5,000 രൂപ അങ്ങനെ കാണുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലോങ് ടൈം ആയിട്ട് കണ്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് കയറിയിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ടൈമിൽ ഒരു 2 കൊല്ലത്തേക്ക് മാർക്കറ്റ് അനങ്ങിയിട്ടില്ല. കൊറോണ സമയത്ത്, കൊറോണയ്ക്ക് മുന്നേ, കൊറോണ കഴിഞ്ഞിട്ടാണ് നനങ്ങാൻ തുടങ്ങിയത്. നിങ്ങൾ എന്നോട് എല്ലാ മാസം വന്ന് ചോദിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇരുന്നിട്ട് ആപ്പ് ഇടുന്ന് കുത്തി തുറന്ന് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണും, ഇത് പോരാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ കൂടുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, കുറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. ശരിക്കും കുറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ SIP എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നു, നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ സിസ്റ്റമാറ്റിക് എന്നുള്ള വേർഡ് തന്നെയാണ്. ഡിസിപ്ലിൻ വരെയാണ്, അച്ചടക്കം വരെയാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അച്ചടക്കം വരെയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. 5,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 10% റിട്ടേൺ കിട്ടിയെന്നായിരിക്കും. 5,000 രൂപ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 രൂപയാണ്. അല്ല, 500 രൂപ. 5,000 രൂപ ഇതെന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. ഈ 500 രൂപയുടെ നിങ്ങൾക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഈ സാധനം 5,000 രൂപ ഒരു 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഒന്ന് നിങ്ങളിട്ട ക്യാപിറ്റൽ, 2 അതിലൊരു ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2,000 രൂപയുടെ ഗോൾഡിന് 6,000 രൂപയായി. എന്ന് വെച്ചാൽ ഈ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ 5,000 എന്ന് വെച്ചാൽ 60,000 രൂപ, 60,000 എന്ന് വെച്ചാൽ 10 വർഷത്തേക്ക് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ തന്നെ ആയി. അതിലൊരു ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ ഒരു ഗ്രോത്ത് സംഭവിച്ചൊരു 10 ലക്ഷം രൂപ തന്നെയായിരിക്കും. ഇനി സംഭവിക്കുന്നത് 10% 10 ലക്ഷത്തിന് നടന്നാൽ തന്നെ 1 ലക്ഷം രൂപയാണ് ഒരു വർഷം കിട്ടുന്ന നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ എല്ലാ മാസം ഇങ്ങനെ ഇടുമ്പോൾ ആ ക്യാപിറ്റൽ കൂടി, പിന്നെ ഈ ശതമാനത്തിൽ കൂടും തോറും. ഇപ്പോൾ നിങ്ങളിത് പതുക്കെ ഇട്ടിട്ട് 5,000 എന്നുള്ള ചിലപ്പോൾ ഒരു ഇടയിൽ പൈസയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 50 ലക്ഷം എന്നായിരിക്കും. 50 ലക്ഷത്തിൻ്റെ 10% ഗ്രോത്ത് ഇനി ഉണ്ടായാൽ മതി. 5 ലക്ഷം രൂപ എല്ലാ വർഷം നിങ്ങൾക്ക് ഗ്രോത്ത് മാത്രമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇവിടെ നടക്കുന്നുണ്ട്. പല ആൾക്കാരുടെയും വിഷയം പറഞ്ഞാൽ ഇടയിൽ ഒന്ന് പൈസ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈവൻ PF ഇൻവെസ്റ്റ് ചെയ്യണത് പല ഗവൺമെൻറ് സർക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയും അവർ ഏറ്റവും അനുഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ എന്താ പറയുക കുറുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ ഇതായിട്ട് പറയുന്നത്, ഇവരുടെ കുറുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PF നിന്ന് വിറ്റുകളിൽ ലോൺ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 55 വയസ്സാകുമ്പോൾ PF ബാക്കി ഉണ്ടാവുന്നത് 1 ലക്ഷം രൂപ ആയിരിക്കും. ഇതിന് 7% പറയുമ്പോൾ ഇവർ പറയും 7% ഉള്ളൂ 1 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഇപ്പോൾ. അപ്പോൾ ഞാൻ ചോദിക്കും എത്ര ബാലൻസ് ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് 7% അവർ പറഞ്ഞ് ശരിയല്ലേ, മോശമായിട്ടുള്ള റിട്ടേൺ ആണ്. പക്ഷെ അവർ 10 പൈസ എടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ 1 കോടി ഉണ്ടായേനെ. ഈ 1 കോടി 7% ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 7 ലക്ഷം രൂപയാണ്. ഇത് അത് അങ്ങനെ നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവർക്കൊക്കെ നല്ല കാശുണ്ടാവും. പക്ഷേ ഈ ക്ലറിക്കൽ ജോബിലൊക്കെ ഇരിക്കണം ഇവരിങ്ങനെ ഈ ക്ലറിക്കൽ ജോബിലൊക്കെ കയറിയ ആൾക്കാർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഇരിക്കണത് 1 ലക്ഷം രൂപ സാലറിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് PF കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ PF SIP ഒക്കെ ഒന്ന് തന്നെയാണ് സാധനം. എടുക്കരുത് സാധനം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടേക്കണ കാര്യത്തിൽ SIP എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പൈസ നമ്മുടെ ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കപ്പെടും. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട കുറേ കോർപ്പസ് ആവും. അതിലൊരു ഗ്രോത്ത് സംഭവിക്കും, നമ്മുടെ ക്യാപിറ്റലും ഉണ്ടാവും. അത് ലോങ് ടൈമിലേക്ക് പോകും തോറും നമ്മുടെ ആ കോർപ്പസ് കൂടും. ആ കോർപ്പസ് കൂടിക്കഴിഞ്ഞാൽ അതിൽ ഈ പിന്നൊരു 10% വെച്ച് ഗ്രോത്ത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഗ്രോത്ത് സെറ്റായി. പലപ്പോഴും ആൾക്കാർ സംഭവിക്കുന്നത് പൈസ എടുത്തുകൊണ്ട് പോകുന്നുള്ളതാണ്. എടുത്തുകൊണ്ട് പോകരുത്. അപ്പോൾ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇതായിരിക്കും. ഡിസിപ്ലിൻ നടക്കും. ഫ്ലെക്സിബിലിറ്റി ഭയങ്കരമാണ്. അതിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണമെങ്കിൽ എടുക്കുക, രണ്ടാമത് ഇടണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതെല്ലാം നടക്കും. പിന്നെ അതിനേക്കാൾ ഉപരി ഇതിൽ തന്നെ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും. ഇതിൽ നമുക്ക് പറയണത് എനിക്ക് ഇനി ഫ്ലക്ച്വേഷൻ ഒന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ FD പോലെ ആക്കിയിടണമെങ്കിൽ ഇടാം.
ഇനി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് അതെ, ചെയ്യുക, ഇനി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഇതെല്ലാം ഇതിലത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത SIP എന്ന് പറഞ്ഞാൽ. അതെ, ഞാൻ ഇതിലത്തെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്ന ഇതൊക്കെ അറിയാവുന്ന ആളുകളോട് ഞാൻ വളരെ ചെറിയൊരു അഡ്വൈസ് പറയട്ടെ. എല്ലാ ആളുകളും ഇപ്പം നിങ്ങളെനിക്ക് പറഞ്ഞത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനിൽ പറഞ്ഞ നിങ്ങളുടെ എക്സസ് വരുന്നൊരു എമൗണ്ട് നിങ്ങൾ മാറ്റിവെക്കുക സംഭവം. ഞാൻ പറഞ്ഞത് നിങ്ങൾ SIP തുടങ്ങണം കേട്ടോ. തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് ഇപ്പോഴല്ല, ഒരു 5 വർഷമോ 6 വർഷം കഴിയുമ്പോൾ ഇത്ര എൻ്റെ ഭാര്യ പറഞ്ഞെന്ന് ഇത് കൊള്ളല്ല പരിപാടി, ഞാൻ പറഞ്ഞിട്ട് ഇതല്ലേ പരിപാടി. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ കാശ് കൊണ്ടിടാൻ പറ്റുന്ന സ്ഥലം ബാങ്കാണ് എന്ന് എവിടെയോ രജിസ്റ്ററായി പോയിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് തന്നെയാണ് അതും ചിട്ടിയുമാണ്, പോസ്റ്റ് ഓഫീസാണ് എന്നൊക്കെയാണ് നമ്മുടെ സാധാരണക്കാരൻ്റെ ആളുകളുടെ മനസ്സിലുള്ളത്. അതിനൊന്നും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. നിങ്ങൾ അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ആർക്കെങ്കിലും SIP വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്കഷൻ ബോക്സ് ഉണ്ട്, നിങ്ങൾ ധൈര്യപ്പെട്ട് പോക്കോ. നമ്മുടെ സുബേറൊക്കെ ചെയ്യുന്നില്ലേ? എല്ലാവരും ചെയ്യണം. ഇവിടെ വന്ന പിള്ളേർ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ പിള്ളേരും ചെയ്യണ്ടാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.